നീ ഇന്ന് മുതൽ തുടങ്ങിക്കോ. 26 വയസ്സായി. ബർത്ത്ഡേ ഒക്കെ ആയിട്ട് അമ്മ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡായ വാലന്റൈൻസ് ഡേ ആണ്. എൻ്റെ വാലന്റൈൻ കാണിച്ചിട്ടെ. നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മൾ ഗിഫ്റ്റ് കിട്ടി ഗായ്സ്. ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടില്ലേ നോക്കാം. അമ്മ ഇന്നലെ ബർത്ത്ഡേക്ക് ആഹാ ഈ ഉമ്മയൊക്കെ ഇന്ന് നോക്ക്. ഇതാണ് തനി സ്വഭാവം. ഇതാണ് ഗൈസ് തനി സ്വഭാവം. ബർത്ത്ഡേയായിട്ട് എന്താണ് പരിപാടി? രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി പ്രസാദമൊക്കെ മേടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഓഫീസിൽ പോകാം. ഹാപ്പി വാലന്റൈൻസ് ഡേ. എൻ്റെ വാലന്റൈൻ എനിക്ക് ഡയറി മിൽക്കൊക്കെ തന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ആരാ എൻ്റെ വാലന്റൈൻ? ഇതാണ് എൻ്റെ വാലന്റൈൻ. ജന്മനാ കിട്ടിയ വാലന്റൈനാണ്. കണ്ടോ സ്നേഹം കണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. സ്വന്തം ജന്മത്തിന് സ്വന്തം വിഷയങ്ങൾ. ഇനിയിപ്പോൾ എന്താ അല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മൾ പറ ഹാപ്പി ബർത്ത്ഡേ മോളൂ. അയ്യേ വേണ്ട, പിന്നെന്താ പറയണ്ടേ? അതൊന്നും പറ. ഹാപ്പി ബർത്ത്ഡേ മോള്. മോളോ മോളെ ഹാപ്പി ബർത്ത്ഡേ. ഇല്ലെങ്കിൽ പിള്ളേച്ച കള്ളത്തരം പറഞ്ഞാൽ വിചാരിച്ചത്. ഏട്ടനെ കാണുവാനേ ഇല്ല. ഞാൻ എണീറ്റ് പാടെ ഏട്ടനെ നോക്കി. അപ്പം നിങ്ങൾ വിചാരിക്കും ഏട്ടനൊന്നും വിഷ് ചെയ്തില്ലായിരുന്നു. പക്ഷെ ഏട്ടനൊന്നും വിഷ് ചെയ്തിട്ട് ഏട്ടൻ പോയി. ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടി ഗായ്സ്. ഗിഫ്റ്റിന്റെ ഓർഡർ. മേമേ ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു. കണ്ടോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അമ്മ എനിക്ക് എന്താണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്ന് കാണാം. ബർത്ത്ഡേ ഒക്കെ ആയിട്ട് അമ്മ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡായ ബ്രെഡ്. വേണ്ട ഇനി നമ്മൾ എങ്ങനെയാ ബ്രെഡ് തിന്നണേന്ന് കാണിച്ചു തരാം. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കുറെ മൂച്ചിട്ടുണ്ട്. എനിക്ക് സൗണ്ടാണ് ഇങ്ങനെ ഗുണമാണ്. മൈൻഡാക്കണ്ട, കുറച്ച് മൈൻഡാക്കണ്ട. ആരും നല്ലതൊന്നും പറ്റില്ല. ഹോർലിക്സ് കൊടുത്തിട്ട് അത് വേണ്ട. അമ്മ എനിക്ക് വയ്യാത്തോണ്ടല്ലേ ചുമ. രസമുണ്ടല്ലേ ബ്രെഡിന്? മറ്റേ ബ്രെഡിന്റെ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഫീസിലെത്തി. ഓഫീസിൽ സനു ഓൾറെഡി പ്രസന്റ് ആണ്. ഗുഡ് മോർണിംഗ് സനു. ഇവിടെ സർപ്രൈസ് ആയിട്ട് കേക്ക് മുറി ഉണ്ടെന്നാണ് കേട്ടത്. സർപ്രൈസ് വന്ന് അത് കോട്ടയം ഓഫീസിൽ നിന്ന് സാറിൻ്റെ വക സർപ്രൈസ്. പക്ഷേ അത് പറഞ്ഞത് നല്ല കുട്ടികളായതുകൊണ്ട് ഞാനിവിടെ കേൾക്കണത്. ഇനി സർപ്രൈസ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റിഹേഴ്സൽ കാണാം. നീ ഒന്നും കൂടെ വാ. ഒന്നും കൂടെ വാ ചേച്ചി. സർപ്രൈസ് ആണ് ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ. സർപ്രൈസ് സാറിൻ്റെ വക കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ്. സോ ഗേൾസ് അടുത്ത സർപ്രൈസ് ആയിട്ട് നമ്മളെ സർപ്രൈസ് ആണ് എന്താ കലണ്ടർ. അടിപൊളി കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പ് കലണ്ടറാണ്. എല്ലാ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചു. ഇത് അമീന, ഇത് ആബിദ. അതുകൂടാതെ 3 കിറ്റ് കാറ്റ് സനുവും ആബിദയും കൂടെ തന്നതാണ്. കേക്ക് മുറിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നീ പാടി എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ഞാൻ തന്നെ സ്വന്തം പാടേണ്ടി വന്നിട്ടുണ്ട്. സാറ് തലേന്ന് കേക്കൊക്കെ ഓർഡർ ചെയ്ത് എല്ലാം സെറ്റാക്കി ഇതിന് സർപ്രൈസ് ആയിട്ട് ഞങ്ങളുടെ അടുത്തെത്തി. വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി കേക്കായിരുന്നു.
പിന്നെ ഞങ്ങൾ നേരെ ഈ കേക്ക് എടുത്തിട്ട് കേക്ക് ഡിസ്ട്രിബ്യൂഷനായിരുന്നു. ഗൈസ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു ചെരുപ്പുണ്ട്. മേമ പറഞ്ഞത് എൻ്റെ വല്യമ്മ എന്നാണ്. അല്ല ആരത്? ഇതെൻ്റെ ഫ്രണ്ടാണ്, കോഴിക്കോട് നിന്ന് വന്നതാണ്, എന്നെ കാണാൻ വന്നതാണ്. എന്താ പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കോഴിക്കോട് നിന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. പറ, സ്നേഹം കൊണ്ട് പറ, എന്താ പറയണ്ടേ? ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അമ്മ നമുക്ക് വേണ്ടി എന്താ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണണ്ടേ? ഗായ്സ് കിനി വന്നിട്ട് നമുക്ക് എന്തൊക്കെയാ കണ്ടു തന്നിട്ടുണ്ട്. അരെ വാ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. പിന്നെ ചോക്ലേറ്റ്, മൈ ഫേവറേറ്റ് ചോക്ലേറ്റ്. വയനാട്ടിൽ ചൂട് കൂടുന്ന കാലാവസ്ഥയായതിനാൽ കിനി കൊണ്ടുവന്നിരിക്കുന്നത് മഞ്ഞ്. പ്രിയപ്പെട്ടവളുടെ പ്രിയപ്പെട്ടവൾക്കായി ആമില തയ്യാറാക്കിയിരിക്കുന്ന കൈച്ചീനാണ്. നല്ല അടിപൊളി സാധനം. നേരത്തെ ഒരു അൺബോക്സിങ് കഴിഞ്ഞതിൻ്റെ ആണ് ഈ കച്ചറുകൾ. നല്ല പാക്കിംഗ് ആയിരുന്നു, നമ്മളാണ് പൊട്ടിച്ചത്, അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ആയി. ഇത് പാൻറ്റ്, ഇതൊരു അടിപൊളി ഷാള്, പാർട്ടി വെയറാണ്. കൊള്ളാല്ലേ, വവ്വായുണ്ട്, അടിപൊളി. ഒരു ചുരിദാറും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വല്യമ്മ മേടിച്ച് തന്നതാണ്. നല്ല കളറല്ലേ, വാ. സോ ഗൈസ്, അടുത്ത ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ് ഞാനിപ്പോൾ ഫുഡ് കഴിക്കല്ലേ, ഒരു സ്നാക്സ് മാത്രം. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബൈ ബൈ ഗൈസ്. ഞങ്ങൾ നേരെ ബത്തേരിയിൽ മത്തായിസിൽ പോയി. അവിടെ നിന്നാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത്. സ്പെഷ്യലായിട്ട് എന്ത് ഓർഡർ ചെയ്യണം, അങ്ങനെ ഞങ്ങൾ സീ ഫുഡ് ഓർഡർ ചെയ്തു. അതിൽ 3 പൊറോട്ട, പിന്നെ കപ്പ, പിന്നെ ഇതാ ഈ വീഴുന്ന സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പ്രോൺസ്, ക്രാബ്, കൂന്തൽ, പിന്നെ കല്ലുമ്മക്കായ, പിന്നെ എന്തൊക്കെയോ മീൻ, പേരറിയാത്ത എന്തൊക്കെയോ മീനൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാം കൂട്ടി എല്ലാവരും കൂടെ ഒരു പിടിയങ്ങ് പിടിച്ചു. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞു. കണ്ടോ, കുട്ടി വരെ ടയർഡായി. തുമ്പിയുടെ തുമ്പിത്തുള്ളലിന് ശേഷം എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒഫീഷ്യലി അവസാനിച്ചതായി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ടാറ്റ ബൈ ബൈ. ഫോളോ മീ ഫോർ മോർ വീഡിയോസ്.